ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്രസിന് 2 സൈഡിലും ട്യൂബ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓവുലേഷൻ ഉണ്ടായി കഴിയുമ്പം ഈ എഗ്ഗ് വന്ന് ട്യൂബിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആക്ച്വലി ട്യൂബിലാണ്. അപ്പോൾ ഈ വെജൈനുള്ള സ്പേംസ് സെർവിക്സ് വഴി യൂട്രസ് വഴി സ്വിം ചെയ്ത് ട്യൂബ് വന്നിട്ട് അവിടെ ഇരിക്കുന്ന എഗ്ഗുമായിട്ട് ഇത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് പ്രഗ്നൻസി പിന്നെയാണ് യൂട്രസിൽ വന്ന് ഗ്രോ ചെയ്യണത്. അപ്പോൾ ഈ ട്യൂബിലാണല്ലോ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ട്യൂബിൽ നമ്മൾ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഇത് രണ്ടും കൂട്ടിമുട്ടില്ല. അപ്പോൾ ബേസിക്കലി സ്റ്റെറിലൈസേഷൻ 2 രീതി ചെയ്യും. ഒന്നിപ്പോൾ സിസേറിയൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുറന്ന് ചെയ്യും. അപ്പോൾ ഡോക്ടറിന് ചെയ്യുന്ന സർജന് ഡയറക്റ്റ്ലി ട്യൂബ് കാണാമല്ലോ. അപ്പോൾ അത് പല മെത്തേഡ് പലരും ചെയ്യും. ഒന്നില്ലെങ്കിൽ ട്യൂബ് ഇങ്ങനെ ലൂപ്പാക്കിയിട്ട് അതിങ്ങനെ കെട്ടിയിട്ട് ടൈ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ഒരു പീസ് മാറ്റും. ഇല്ലെങ്കിൽ ചില സിസേറിയൻ ചെയ്യുന്ന ചില ഡോക്ടേഴ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബ് മൊത്തത്തിൽ എടുത്ത് കളയും. പിന്നെ ലാപ്രോസ്കോപ്പി ചെയ്യുന്നവരെന്താണെന്ന് ചോദിച്ചാൽ ഒരു റിങ് ഉണ്ട്, നമ്മൾ മുടിയിൽ റബ്ബർ ബാൻഡ് ഇടില്ലേ, അതുപോലെ തന്നെ ഈ ട്യൂബ് വെറുതെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടാൽ മതി. ഭയങ്കര സിമ്പിളാണ്. അത് തന്നെ ഇതായിട്ട് കട്ട് ഓഫ് ആവും. അപ്പം അതാണ് ഇതിൻ്റെ നമ്മൾ സർജിക്കലി ചെയ്യുന്ന രീതി, മെത്തേഡ്.